അപ്പോൾ ഇന്ന് എൻ്റെ മോള് ന്യൂഡിൽസ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ അതിലേക്ക്. പിന്നെ ഒരു മുട്ട ഒരു പാത്രത്തിൽ ഇട്ട് അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക കേട്ടോ. ഇത് എൻ്റെ മോളെ ഏതോ ഒരു യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ഒരു ഷെഫ് കണ്ടിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കണേ കേട്ടോ. നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ പാനിലേക്ക് ഒഴിച്ച് ഒന്ന് നന്നായി ഒന്ന് സോട്ട് ചെയ്യുക കേട്ടോ. അതിന് ശേഷമാണ് അതിൻ്റെ ഉള്ളിൽ അവൾ ചതച്ച മുളക് ഇടണേ. നടുക്ക് ഭാഗത്തായിട്ട് കുറച്ച് ചതച്ച മുളകും കുരുമുളക് പൊടി ഇട്ടിട്ടാണ് പിന്നെ അവൾ മിക്സ് ചെയ്യണേ കേട്ടോ. നന്നായി ഒന്ന് മിക്സ് ചെയ്യാനി. പിന്നെ ആ മുട്ട മാറ്റി വെച്ചിട്ട് ആ പാനിൽ തന്നെ കുറച്ച് നമ്മുടെ ക്യാരറ്റ് ഉണ്ടല്ലോ കുനുകുന അരിഞ്ഞിട്ടുണ്ട് അവൾ. അത് അതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റുന്നുണ്ട്. കൂടെ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കേട്ടോ അവൾ. ഈ ഫ്രൈ പാൻ ആണെങ്കിൽ അധികം വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല. പിന്നെ അതിലേക്ക് ഒരു ചെറിയ തക്കാളി അതും ചെറുതായി അരിഞ്ഞത് അതിൻ്റെ ഉള്ളിൽ മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏതൊക്കെ വെജിറ്റബിൾ അതിൽ ഇടണോ അതൊക്കെ ഇടാം. പിന്നെ അവളിട്ടത് നമ്മുടെ വെളുത്തുള്ളിയാണ്. അതും ചെറുതായി അരിഞ്ഞിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഒന്ന് വാടി വരുമ്പോൾ പിന്നെ നമ്മുടെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് കുറച്ചും കൂടി ഇട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളമാണ് ചേർക്കണേ കേട്ടോ. ഈ വെജിറ്റബിൾസിന് ആവശ്യമുള്ള ഉപ്പ് ഇട്ടാൽ മതിയേ. കാരണം നമ്മൾ മാഗിയുടെ മസാല ഉണ്ടല്ലോ ന്യൂഡിൽസ് മസാല ചേർക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിൽ ചെറുതായിട്ട് ഉപ്പുണ്ടാവേ. ചതച്ച മുളക് കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മോൾക്ക് കുറച്ച് എരിവൊക്കെ കൂടുതലുള്ളത് നല്ല ഇഷ്ടമാണ്. പിന്നെ അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തു. പിന്നെ ഒന്ന് തിളയ്ക്കാറായി വരുമ്പോൾ അതിലേക്ക് മസാല ഉണ്ടല്ലോ ന്യൂഡിൽസിൻ്റെ മസാല ഇട്ട് കൊടുത്തു. നന്നായി ഒന്ന് മിക്സാക്കി നന്നായി തിളയ്ക്കുമ്പോൾ ന്യൂഡിൽസും കൂടി അതിൻ്റെ ഉള്ളിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നന്നായി വെന്ത് വന്നപ്പോൾ വെള്ളമൊക്കെ ഒരുവിധം വറ്റി വന്നപ്പോഴാണ് പിന്നെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടയുണ്ടല്ലോ അത് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. വെള്ളം വറ്റി കഴിയണം എന്നിട്ടാണ് അത് ചേർക്കണം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ നൂഡിൽസ് ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. വേറൊരു തരം ടേസ്റ്റായിരുന്നു. എനിക്കിഷ്ടമായി കേട്ടോ മോൾക്കും.